സാധാരണ മനുഷ്യന്മാരെ പോലെ ജീവിക്കാനുള്ള ഞങ്ങളുടെ അവകാശം നിഷേധിക്കപ്പെടുന്നത് ഒരു 2000 ഒക്ടോബർ 12-ാം തീയതിയാണ്. അതൊരു അപകടത്തിൻ്റെ രൂപത്തിലായിരുന്നു. അന്ന് ഞങ്ങൾ പുറത്തു പോയതായിരുന്നു. ഒരു യാത്ര പോയപ്പോൾ വഴി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഇങ്ങനെ ആക്സിഡൻ്റ് ആയത്. ഒരു ബസ് വന്ന് ബാക്കിൽ നിന്ന് ഹിറ്റ് ചെയ്ത ഡയറക്റ്റ് ഹിറ്റായിരുന്നു. അങ്ങനെ ഇടിയുടെ ആഘാതത്തിൽ ഞങ്ങൾ 3 പേരും തെറിച്ചു വീണു. വൈഫ് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. വൈഫിനെ അവിടെ എല്ലാവരും കൂടി ചേർന്ന് എടുത്ത് നാഷണൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് MRI എടുത്തപ്പോഴാണ് ഡോക്ടർ പറയുന്നത് കഴുത്തിൻ്റെ കശേരി ഒടിഞ്ഞു പോയി, സ്പൈനൽ കോഡ് ട്രാൻസാക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂറോ സർജനൊക്കെ വന്നു, 2 ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ അവർ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. അതിനുശേഷം കഴുത്തിന് താഴോട്ടേക്ക് ചലനില്ലാതെ അവളിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആക്സിഡൻറ്റിന് ശേഷം ഒഴുക്കിനെതിരെയുള്ള ഒരു തുഴച്ചിലായിരുന്നു. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടാണ് മുന്നോട്ടുള്ള ഇതിനുള്ള നയിച്ചത്. ഇങ്ങനെയൊരു ഹസ്ബൻഡ് ഇല്ലെങ്കിൽ ഞാൻ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ. ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നഴ്സിംഗ് കെയറും അതുപോലെ തന്നെ ഫുൾ ടൈം ആയിട്ടുള്ള ആളുടെ സഹായം ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാരായതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യകത എപ്പോഴും ജീവിതത്തിലുണ്ട്. ഇപ്പം അടച്ചിട്ട് പോകുക എന്നുള്ളൊരു വലിയ വിഷമമുള്ളൊരു കാര്യമാണ്. പിന്നെ വേറെ നിർവാഹമില്ല. ഗവൺമെൻറ് സപ്പോർട്ടുകൾ എന്തെങ്കിലും നിലനിൽക്കുന്നത് അത് കൊടുക്കാനും, അതോടൊപ്പം തന്നെ ഈ നമ്മുടെ അടുത്ത സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളാണല്ലോ, അവരെ ഓബ്ലിഗേറ്ററി ആക്കുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വന്നിട്ട് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ. ചേച്ചി എന്തൊക്കെയാ? ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊരു ഇതുപോലുള്ളൊരു മറ്റുള്ളവരുടെ കെയർ കിട്ടാതെ പോകുന്നൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഹൈക്കോടതിയിൽ വൈഫ് എഴുതിയിട്ടുള്ളൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഡിപ്രസ്ഡ് ആയി പോകുന്ന അവസ്ഥയിൽ ഇത്രയും പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള വിജയം. മെൻ്റലി അങ്ങനെ ഡൗൺ ആയിട്ടില്ല. ഫിസിക്കലി ഡൗൺ ആയിട്ടൊരു ഫാമിലിയായിട്ട് മുന്നോട്ട് പോകാൻ കൂടി മെൻ്റലി ഡൗൺ ആയിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റിയതാണ് യാഥാർത്ഥ്യം. എൻ്റെ ഒരു ലൈഫ് സമൂഹത്തിനൊരു പോസിറ്റീവ് എനർജി ആവുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. മനോജ് പയ്യന്നൂരിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. രാഹുലിൻ്റെ തത്സമയം ഗുഡ് മോർണിംഗ് രാഹുൽ. എന്തായാലും ആ ചേട്ടൻ ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം പൊന്നുപോലെ ചേർത്ത് പിടിക്കുകയാണ്. അന്ന് കുഞ്ഞിന് 8 മാസം മാത്രം പ്രായമായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ രാഹുൽ തന്നെ പറയുന്നുണ്ടല്ലോ. അവരുടെ ജീവിതം നേരിട്ട് കണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് രാഹുലിൻ്റെ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? മോത്തി ഗുഡ് മോർണിംഗ്. ഒരേ സമയം തന്നെ ഒരുപാട് വികാരങ്ങളാണ്. സങ്കടം തോന്നുന്നുണ്ട്, ചേട്ടൻ്റെ ആ ഒരു സ്വഭാവം ജീവിതമൊക്കെ കാണുമ്പോൾ അസൂയ തോന്നുന്നുണ്ട്. അങ്ങനെ പലതരം വികാരങ്ങളാണ് തോന്നിപ്പോകുന്നത്. ഒക്ടോബർ 12, 2000 അന്നാണ് ഈ കുടുംബത്തിൻ്റെ ആ ജീവിതഗതി മാറ്റിമറിച്ച അപകടം സംഭവിക്കുന്നത്. അതായത് ഏറെ സന്തോഷത്തോടു കൂടി 3 പേരും ചേർന്ന് പുറത്തു പോയതാണ്. ഒരു ബൈക്ക് യാത്രയാണ്. അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏക മകളാണ്, 8 മാസം മാത്രം പ്രായം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 1.5 വർഷം മാത്രമേ ആകുന്നുള്ളൂ. ആ സമയത്താണ് ഇതുപോലെയുള്ള ഒരു അപകടം സംഭവിക്കുന്നത്. 3 പേരും ചേർന്ന് പുറത്തു പോകുന്നു. വളരെ സന്തോഷത്തോടെയുള്ളൊരു സായാഹ്നമാണ്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. വീടിനടുത്ത് ഏകദേശം തന്നെ ഒരു 50 മീറ്റർ അടുത്തെത്തിയ സമയത്താണ് ഇതുപോലൊരു അപകടം സംഭവിക്കുന്നത്. ഇവർ സഞ്ചരിച്ച ബൈക്കിന് പുറകിലായി ഒരു ബസ് വന്ന് ഇടിക്കുകയാണ് ഉണ്ടായത്. അത് നേരെ നൈജ ചേച്ചിയുടെ പുറകിലിടിക്കുന്നു. 3 പേരും തെറിച്ചു വീഴുകയാണ്. നൈജ ചേച്ചിയുടെ കഴുത്തിലെ കശേരികൾ അതുപോലെ തന്നെ നട്ടലിനും ക്ഷതം സംഭവിച്ചു. നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിയാവുന്ന ചികിത്സയൊക്കെ നൽകി. പക്ഷേ
ഇത് മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. കാരണം അത്രത്തോളമാണ് ഈ പറഞ്ഞതുപോലെ നട്ടെല്ലിന് പൊട്ടൽ സംഭവിച്ചു, കഴുത്തിലെ കശേരുക്കളെല്ലാം തന്നെ പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ. അതിനുശേഷം ഇങ്ങോട്ട് 23 വർഷം ഇങ്ങനെ കിടപ്പിലാണ്. അതുപോലെ തന്നെ വീൽചെയറിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. ആ കുറവുകളൊക്കെ ഒന്നും അറിയിക്കാത്ത വിധത്തിൽ, തോന്നിപ്പിക്കാത്ത വിധത്തിൽ ആ ചേച്ചിയെ ജീവിതത്തിൽ മുന്നോട്ട് കൈപിടിച്ച് കൊണ്ടുപോകാൻ പരമാവധി ധനോജേട്ടൻ കഴിയുന്നുണ്ട് എന്നതാണ് ആ കുടുംബത്തെ സംബന്ധിച്ച് പറയേണ്ടത്. അതായത് അവരുടെ ആ വാക്കുകളിൽ നിന്ന് തന്നെ കടമെടുത്ത് കഴിഞ്ഞാൽ ചേച്ചി നമ്മുടെ വാർത്തയിൽ പറയുന്നുണ്ട് ജീവിതത്തിൻ്റെ ഒഴുക്കിനെതിരെ സംഭവിച്ചതാണ്, അപ്പോൾ അതിനെതിരെ നീതിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നതാണ്. ശാരീരികമായി തളർന്നൊരു കുടുംബമായി മാറി, പക്ഷേ മെൻ്റലി അത് ഒരു തളർച്ചയായി തോന്നിയിട്ടില്ല. അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് പരമാവധി മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ കുടുംബം പറയുന്നത്. അപ്പോൾ ഈ വാർത്ത കാണുമ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഡിപ്രഷൻ അടിച്ചു പോകുന്നവരുണ്ട്, മാനസികമായി തകർന്നു പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനമായി മാറും എന്ന് തന്നെയാണ് എനിക്ക് കരുതുന്നത്. കാരണം 23 വർഷം ചെറിയ കാലയളവല്ല, 23 വർഷമാണ് ഇതുപോലെ ഒരേ കിടപ്പിൽ കഴിയുന്നത്. അതുപോലെ സമയം ചിലവഴിക്കാൻ ഉള്ള മാർഗമായി നൈജ ചേച്ചി കാണുന്നത് പുസ്തകം വായനയാണ്. കയ്യിൽ കിട്ടുന്ന പുസ്തക വായന, പത്രം, ഇതെല്ലാം പരമാവധി വായിക്കുക എന്നതാണ്. അങ്ങനെ പരമാവധി ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നെ വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ചെന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ഒരു പുസ്തകം വാങ്ങിയിട്ട് അയക്കും, അത് നിങ്ങൾ എന്തായാലും വാങ്ങാമെന്ന് ചേച്ചി സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പുസ്തകം വാങ്ങി അയക്കുക എന്ന ഒരു കടമ എന്നെ സംബന്ധിച്ച് ബാക്കി നിൽക്കുകയാണ്. അതായത് ഇവരുടെ ഈ ഒരു ജീവിതം, ആ ഒരു സ്നേഹം, അതുപോലെ ഒരു എന്താ പറയുക, എല്ലാവർക്കും ഒരു പ്രചോദനമാകുന്ന രീതിയിലുള്ള ജീവിതം വാർത്തയായി ചിത്രീകരിക്കാൻ കഴിഞ്ഞതിലുള്ളൊരു സന്തോഷമുണ്ട്. അവർക്ക് കൂടുതൽ സന്തോഷമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം മകളിപ്പോൾ BDS 4ാം വർഷ വിദ്യാർത്ഥിയാണ്. കുട്ടിക്കും ജീവിതത്തിൽ മുന്നോട്ട് ഒരുപാട് മുന്നേറാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്.